നിങ്ങളെൻ്റെ ഹെയർ കണ്ടോ? ആകെ സത്യം പറഞ്ഞാൽ ചകിരി പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. എന്ത് ഫ്രിസ്സിയാണ് എൻ്റെ ഹെയർ. ആ ഒരു ഹെയറാണ് ഞാൻ ഇതുപോലെ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഹെയർ ആക്കി എടുത്തത്. എൻ്റെ ഹെയർ മാനേജബിൾ ആവുന്നത് വളരെ കുറവാണ്. എന്നാൽ ഇത് എന്ത് രസമാടാ, നന്നായിട്ട് പഞ്ഞിക്കെട്ടിൽ പിടിക്കുന്ന പോലെയുണ്ട്. നല്ല സൂപ്പറായിട്ട് ഒതുങ്ങി നല്ല മാനേജബിളായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ചിയ സീഡാണ്. ചിയ സീഡ് ഒരു 15 മിനിറ്റ്, ഒരു 10 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേക്കും ഇതുപോലെ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരും കേട്ടോ. പിന്നെ ഇത് നമുക്ക് തണുക്കുമ്പോഴത്തേക്കും ഇതുപോലെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അടിച്ചിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു തരിയൊക്കെ നമ്മുടെ ഹെയറിലൊക്കെ ഇങ്ങനെ കാണും. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ കേർഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ തൈര്. അതുപോലെ തന്നെ ഒരു സ്പൂണ് ഹണി കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയുക. ഇത്രയേ ഉള്ളൂടാ. എന്ത് സുഖമായിട്ട് കിടക്കുന്നറിയോ ഹെയർ. നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവും, ഭയങ്കര മാനേജബിളാവും. നല്ല ഫ്രിസ്സി ഹെയറൊക്കെ ഉള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഹെയർ ഗ്രോത്തിനും ഒക്കെ അടിപൊളിയാണ്. നമ്മുടെ സ്കാൽപ്പ് തൊട്ട് നമ്മുടെ മുടിയുടെ അറ്റം വരെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്പ്ലിറ്റ് എൻഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ ഹെയറിൽ, അതൊക്കെ മാറ്റാനൊക്കെ അടിപൊളി സംഭവമാണ്. ആഴ്ചയിൽ 2 തവണയോ 1 തവണയോ ഒക്കെ ഉപയോഗിക്കാം. ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് എല്ലാ സംഭവങ്ങളും ഉപയോഗിക്കാനൊന്നും പറ്റില്ലല്ലോ, ഹോം റെമഡീസ് ഒന്നും. അപ്പോൾ ഇവർക്കൊക്കെ ഇത് പൊടിച്ച് വെച്ചിരുന്നാൽ, അതുപോലെ തൈരൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. തേനൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കാൻ പറ്റുമല്ലോ. മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ എന്നെപ്പോലുള്ള മടിച്ചികൾക്കും അതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകി കളയുക. അടിപൊളി റിസൾട്ടാണ്. എൻ്റെ കുഞ്ഞു മക്കളെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതൊക്കെ ഹോം റെമഡീസാണ്. യാതൊരുവിധ ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണേ. അതുപോലെ തന്നെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു കമൻറ്റൊക്കെ ചെയ്യാനും നിങ്ങൾ മറന്നു പോകരുത്. ഇത് കണ്ടോടാ ഒക്കെ കുളിച്ച് മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉണങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും ഹെയർ അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. എൻ്റെ പൊന്നും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ഹെയർ. ആ ഒരു തിളക്കമൊക്കെ കണ്ടോ, ഇതൊന്നും എപ്പോഴും എൻ്റെ ഹെയറിൽ ഉണ്ടാവാറില്ലടാ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.